നാലാമത്തെ മൊഡ്യൂള് റിസർച്ച് റിപ്പോർട്ട് അഥവാ പ്രസൻറ്റേഷൻ ഓഫ് ദി റിസർച്ച് റിപ്പോർട്ട് എന്നുള്ളതാണ്. ഈ സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് ഈ റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ഗവേഷണ പ്രൊജക്റ്റിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നിർണായകവും അവസാനത്തേതുമായ ഘട്ടമാണ് അതിൻ്റെ റിപ്പോർട്ട് അവതരണം അഥവാ റിപ്പോർട്ട് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ഗവേഷകൻ തൻ്റെ അറിവും താല്പര്യവും അഭിരുചിയും അനുസരിച്ച് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയതായ വസ്തുതകളും ആശയങ്ങളും വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കുന്ന ഒന്നാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ട് ഗവേഷണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ഗവേഷണ റിപ്പോർട്ടിന് അതിൻ്റേതായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ട്. ഇപ്പോൾ പഠന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം സമൂഹത്തിൽ താല്പര്യമുള്ള വ്യക്തികൾക്ക് വികസിപ്പിച്ചെടുത്ത അറിവ് ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനാൽ റിപ്പോർട്ട് എഴുതുന്നതിന് മുമ്പ് തന്നെ ഗവേഷകൻ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയും ഗവേഷകൻ എന്ന ആദരവ് ഉണ്ടാക്കുകയും വേണം. ഗവേഷകനിൽ നിന്നും ആളുകൾ നേടാൻ പോകുന്നത് എന്താണെന്ന ധാരണ ഉണ്ടായിരിക്കും. വിവരങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ രൂപത്തിൽ മികച്ച രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഗവേഷകൻ അറിഞ്ഞിരിക്കണം. ഒരു പോപ്പുലേഷൻ്റെ വിവിധ വിഭാഗങ്ങളിൽ പഠനത്തിന് വ്യത്യസ്ത തലങ്ങളിലായിരിക്കും. ഇപ്പോൾ ശാസ്ത്ര സമൂഹം അതിൻ്റെ ശ്രദ്ധ സൈദ്ധാന്തിക പ്രൊഫൈലിലായിരിക്കും കേന്ദ്രീകരിക്കുക. അപ്പോൾ ഗവേഷക മുന്നണിയിലുള്ളവർ കണ്ടെത്തലിനായി തയ്യാറാക്കിയ തന്ത്രങ്ങൾ വിശദീകരിക്കുക എന്നത് റിപ്പോർട്ടിൻ്റെ ലക്ഷ്യമാണ്. പഠനഫലങ്ങളിൽ നിന്നും സാമൂഹിക നേട്ടങ്ങളിലേക്ക് പൊതുജനങ്ങളുടെ ശ്രദ്ധ ആഴത്തിൽ കേന്ദ്രീകരിക്കുന്നതിന് ഈ ഗവേഷണ റിപ്പോർട്ട് സഹായിക്കുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു ലക്ഷ്യം ഇതിനുണ്ട്. അപ്പോൾ പഠനത്തിൻ്റെ വിവിധ രീതികൾ എല്ലാ പാഠങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടും അവതരിപ്പിക്കുമ്പോൾ വിവിധ വിഭാഗങ്ങളുടെ ജിജ്ഞാസ ലഘൂകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശൈലിയിലും ഉള്ളടക്കത്തിലും ഗവേഷകർക്കനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ വ്യത്യാസം റിപ്പോർട്ടിലും പ്രകടമാകും. അപ്പോൾ അടിസ്ഥാനപരമായി ഭരണാധികാരിക്കും പോളിസി നിർമ്മാതാക്കൾക്കുമായി രൂപകൽപ്പന ചെയ്ത റിപ്പോർട്ടിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ റിപ്പോർട്ടിൻ്റെ ആശയവിനിമയ വശങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഗവേഷണ കണ്ടെത്തലുകൾ ഗവേഷണ പ്രശ്നത്തിൽ താല്പര്യമുള്ള മറ്റുള്ളവരുമായി ആശയവിനിമയം ചെയ്യുന്നതാകണം നല്ല ഒരു ഗവേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് അറിവിൻ്റെ സംഘടിത വളർച്ചയ്ക്ക് പ്രചോദനം നൽകുന്ന ഒന്നാകുകയും വേണം. അതോടൊപ്പം തന്നെ വിജ്ഞാനത്തിൻ്റെ പര്യവേഷണം ചെയ്യപ്പെടാത്തതായ ചില മേഖലകൾ വസ്തുതകൾ വിശദീകരിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുകയും നല്ല നല്ല ആശയങ്ങളിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്ന ഒന്നായിരിക്കണം. അപ്പോൾ ആശയവിനിമയം ശരിയായ ചിഹ്നത്തിലൂടെയാകണം. പ്രശ്നത്തെക്കുറിച്ച് അവ്യക്തമായ ധാരണ സൃഷ്ടിക്കാനുള്ള ഇടയ വരുത്തരുത്. റിപ്പോർട്ട് സൂക്ഷ്മമായി തയ്യാറാക്കുന്നതിനാൽ അതല്പം വേദന നിറഞ്ഞതായിരിക്കും. കൃത്യമായ ഉദ്ദേശമില്ലാത്ത റിപ്പോർട്ട് അവ്യക്തമായ ധാരണകളാണ് വിഷയത്തെക്കുറിച്ച് സൃഷ്ടിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് നല്ല ഒരു ഗവേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധാപൂർവം അന്വേഷിച്ച് കണ്ടെത്തിയ ഏറ്റവും മിഴിവേറിയ ഒരു സിദ്ധാന്തമോ പഠനാനുഭവമോ മറ്റുള്ളവരിലേക്ക് അതിൻ്റെ സ്വാധീനത സ്ഥാപിച്ചുകൊണ്ട് ആശയവിനിമയം നടത്താത്തിടത്തോളം കാലം അത്തരത്തിലുള്ള ഒരു ഗവേഷണ റിപ്പോർട്ടിന് യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും ഉണ്ടാവുകയില്ല. അപ്പോൾ റിസർച്ച് റിപ്പോർട്ട് കാലിക പ്രസക്തിയുള്ളതാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് റിസർച്ച് റിപ്പോർട്ടിൻ്റെ ആവശ്യകത, ദ നീഡ് ഓഫ് ദി റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഗവേഷണ പഠന റിപ്പോർട്ട് ചെയ്യുക എന്നത് സാമൂഹിക പ്രതിബദ്ധതയും പഠനത്തിൽ താല്പര്യമുള്ള ആളുകൾക്ക് പലർ ചേർന്ന് പഠിച്ചുണ്ടാക്കിയ അറിവുകൾ ലഭ്യമാക്കുകയാണ്. അതിനാൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഗവേഷകൻ തൻ്റെ സ്ഥാനവും അറിവും മേഖലയും ആധികാരികമാണെന്ന് സ്ഥാപിക്കേണ്ടതായിട്ട് വരുന്നു. ആളുകൾ അയാളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം അറിവ് നേടിയതെങ്ങനെ, ആവശ്യമായ വിവരങ്ങൾ മികച്ച രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം മറ്റുള്ളവരുടെ ഇടയിലുണ്ടാകും. ഇപ്പോൾ ജനസംഖ്യയുടെ വിവിധ വിഭാഗങ്ങൾ പഠനത്തിൽ വ്യത്യസ്ത താല്പര്യങ്ങൾ ഉള്ളവരായിരിക്കും. ഉദാഹരണമായിട്ട് ശാസ്ത്ര സമൂഹമാണെങ്കിൽ സൈദ്ധാന്തിക തലത്തിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഗവേഷകൻ്റെ കണ്ടെത്തലിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ സമകാലികവുമായ മറ്റ് റിസർച്ച് ലിറ്ററേച്ചറുമായി ഒത്തുപോകുന്നതാണോ അതല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതാണോ എന്ന കാര്യം അവർ പരിശോധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് ഗവേഷണ റിപ്പോർട്ടിൻ്റെ ഘടനയും ഘടകങ്ങളും എന്തൊക്കെയാണെന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ ആരായുന്നവരെ സംബന്ധിച്ചിടത്തോളം
പഠനത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്. പഠനത്തിൻ്റെ സൈദ്ധാന്തികമായ അടിത്തറ, ഏത് അനുമാനങ്ങളെ അടിസ്ഥാനമാക്കി അന്വേഷണം ആരംഭിച്ചു, അതിനായി അവലംബിച്ച നടപടികൾ എന്തെല്ലാം, എത്തരത്തിലുള്ള ഒരു ഫലത്തിലാണ് എത്തിച്ചേർന്നത്, എന്തൊക്കെ വിശകലന രീതികൾ ഉപയോഗിച്ചു തുടങ്ങിയവയും നിർണായക ഘടകങ്ങളാണ്. അപ്പോൾ കണ്ടെത്തലുകളുടെ ആപേക്ഷികത, ഗൗരവം, സാമാന്യവൽക്കരണം എന്നിവ മനസ്സിലാക്കാൻ ഈ വിവരങ്ങൾ ഗവേഷണത്തിൻ്റെ നിരീക്ഷകരെ സഹായിക്കും. മാത്രമല്ല, ആവശ്യമെങ്കിൽ റിപ്പോർട്ടിൽ വിവരിക്കുന്ന രീതികൾ ഉപയോഗിച്ച് ആർക്കും പഠനം ആവർത്തിക്കാം, അതിനെ വികസിപ്പിക്കാനും കഴിയും. ഇപ്പോൾ ഒരു അറിവ് സമൂഹത്തിനായി, പ്രത്യേകിച്ച് ശാസ്ത്ര സമൂഹത്തിന് എഴുതിയ റിപ്പോർട്ടിൽ ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ അടങ്ങിയിരിക്കും. പ്രശ്നത്തിൻ്റെ പ്രസ്താവനയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. റിപ്പോർട്ടിൻ്റെ പൊതുവായ രീതി അനുസരിച്ച് പ്രശ്നത്തിൻ്റെ കൃത്യവും സമഗ്രവുമായ ഒരു പ്രസ്താവനയോടെ വേണം റിപ്പോർട്ട് ആരംഭിക്കുന്നത്. പ്രശ്നം തിരഞ്ഞെടുത്തതിൻ്റെ കാരണം അന്വേഷണത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നു എന്ന രീതിയിൽ വ്യക്തതയോടെ സൂചിപ്പിക്കേണ്ട പഠനത്തിൻ്റെ സൈദ്ധാന്തിക പശ്ചാത്തലത്തിൽ നിന്നും കൊണ്ട് മാത്രമേ ഗവേഷകന് മുന്നോട്ട് പോകാൻ കഴിയൂ. അതിനുള്ള ഉത്തരവാദിത്വവും ഗവേഷകനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈദ്ധാന്തികമായൊരു പഠനം അദ്ദേഹം തീർച്ചയായും നടത്തിയിരിക്കും. എല്ലാ ഗവേഷണ പ്രശ്നങ്ങൾക്കും ഒരു സൈദ്ധാന്തിക പശ്ചാത്തലം ഉണ്ടായിരിക്കണമെന്നില്ല. എന്ന് മാത്രമല്ല, ആധുനിക ശാസ്ത്രവിജ്ഞാന ശാഖകളിൽ പെട്ടെന്നുള്ള മാറ്റങ്ങളാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അവിടെ സിദ്ധാന്തങ്ങളെ തിരഞ്ഞു പോകുക എന്നുള്ളത് സാധ്യമല്ല. ഇപ്പോൾ പര്യവേഷണ രീതിയിലുള്ള ഗവേഷണ പഠനങ്ങൾക്ക് മൂർത്തമായൊരു സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കാനും സാധിക്കില്ല. എന്നിരുന്നാലും ഗവേഷണത്തിൻ്റെ ഏകീകൃതമായ വളർച്ചയ്ക്ക് കഴിയുന്നിടത്തോളം വിജ്ഞാനവും പഠന പ്രശ്നവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സിദ്ധാന്തവും അത് ഫീൽഡിൽ പ്രസക്തമായ ഗവേഷണ കണ്ടെത്തലുകളും ഉണ്ടെങ്കിൽ അവ ആരായേണ്ടതും ആവശ്യമാണ്. അതിനാൽ അനുബന്ധ സാഹിത്യങ്ങളുടെ അവലോകനവും ഗവേഷണ പ്രശ്നത്തിലെത്തുന്നതിനുള്ള ഒരു തെളിവ് എന്ന രീതിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ സ്പഷ്ടമായ പരികൽപ്പനകൾ രൂപപ്പെടുത്തിയതും അത് രൂപപ്പെടുത്തിയത് എങ്ങനെയാണെന്നും പ്രസ്താവിക്കേണ്ടതും ആവശ്യമാണ്. പ്രധാന ആശയങ്ങളുടെ നിർവചനം വളരെ അത്യന്താപേക്ഷിതമാണ്. പല കാരണങ്ങൾ കൊണ്ടും അതിദീർഘമായി തന്നെ വെവ്വേറെയായി ആശയങ്ങളും പദങ്ങളും നിർവചിക്കേണ്ടതുണ്ട്. ഒരു വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് നിർവചനത്തിലെത്തുന്നത്. പല ആശയങ്ങളുടെയും നിർവചനം, പ്രവർത്തനം, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷണൽ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കണം. ഇപ്പോൾ സമൂഹത്തെ സംബന്ധിച്ച് വസ്തുതകളും ചില യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും വിശദീകരണങ്ങളും കണ്ടെത്തുന്നതിനാണ് സാമൂഹ്യശാസ്ത്രകാരന്മാർ ഗവേഷണം നടത്തുന്നത്. ഇപ്പോൾ സ്വന്തമായും മറ്റുള്ളവരും കണ്ടെത്തിയ ഗവേഷണ ഫലങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിനാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇപ്പോൾ സമൂഹത്തിന് ഉപകാരപ്രദമായ അറിവുകളാണ് ഗവേഷണത്തിലൂടെ പുറത്തു വരുന്നത്. മറ്റുള്ളവർ വികസിപ്പിച്ചെടുത്ത അറിവുകൾ വെച്ചുകൊണ്ടുള്ള ഗവേഷണം ലൈബ്രറി റിസർച്ചാണ്. ഇപ്പോൾ ഡാറ്റ കളക്ഷൻ, ഡാറ്റ അനലൈസിസ്, അതിൻ്റെമായുള്ള കണ്ടെത്തൽ, പിന്നെ അത് റിപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ സാമൂഹ്യശാസ്ത്രജ്ഞരുടെ ലേഖനങ്ങളും പ്രബന്ധങ്ങളും ഗവേഷണ ഫലങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഗവേഷണ സമൂഹത്തിലെ വസ്തുതകളും സിദ്ധാന്തങ്ങളും ഗവേഷണ അവലോകനങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നത് കാണാം. ഒരു ഗവേഷണ പ്രൊജക്റ്റിൽ ഒരാളുടെ കണ്ടെത്തൽ മാത്രമേ ഉണ്ടാകൂ, എന്നാൽ ഒരു റിപ്പോർട്ട് പോലെ മറ്റൊന്നും ഉണ്ടാവില്ല. ഒരു സാമൂഹ്യശാസ്ത്ര ഗവേഷണ റിപ്പോർട്ടിൽ സാധാരണയായി ഒരു മുഖ്യ പ്രശ്നം മാത്രം ഉൾക്കൊള്ളുകയും തെളിവുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു.